അസ്സലാമലൈക്കും. ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവമാകാനുള്ള ക്വാളിറ്റി അള്ളാഹുവിന് ഇല്ലെന്നല്ലേ ഞാൻ പറയാറുള്ളത്. പടച്ചോന് ക്വാളിറ്റി ഇല്ലെന്ന് പറയാൻ നമ്മളാരാണാവോ? നമുക്ക് ഭയങ്കര ക്വാളിറ്റി ആണല്ലേ. ഇൻ കേസ് ദൈവം പടച്ചവനാണെങ്കിൽ, ഇൻ കേസ് ആണെങ്കിൽ മനുഷ്യന് ക്വാളിറ്റി ഉണ്ട്. അതുണ്ടാക്കിയ ദൈവത്തിന് ഈ പടച്ചോന് ആ ക്വാളിറ്റി ഇല്ല അല്ലെ. പടച്ചോന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന് പണ്ടത്തെ ആളുകൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മുഹമ്മദ് നബി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ടത്തെ ആളുകൾക്ക് ഈ കറണ്ട് വഴി ഇരുട്ടായിരിക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ ഇല്ലെങ്കിൽ ഇരുട്ടായിരിക്കുന്ന കാര്യം ഒരു പുതിയ അറിവാണ്. ഈ വീഡിയോയിൽ പറയുന്നത് റസൂലുള്ള ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ആഴക്കടലിൽ ഇരുട്ടാണെന്നുള്ളത്. റസൂൽ അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അത് അങ്ങനെയൊന്നും അല്ല, പണ്ടുള്ള മനുഷ്യന്മാര് കണ്ടുപിടിച്ചതാണ് ആ ഒരു കാര്യം എന്നാണ് ഇവിടെ പറയുന്നത്. സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഖുറാനില് ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയുണ്ട്? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആകാശയാത്ര നടത്തിയത് റസൂൽ അല്ലെ, ചന്ദ്രനെ പിളർത്തുന്ന സംഭവം അല്ലെ. ഒരു വിശ്വാസം സംബന്ധിച്ച് പടച്ചവനുള്ള വിശ്വാസം കൊണ്ടും റസൂലിനോടുള്ള സ്നേഹം കൊണ്ടും ദീനോട് റെസ്പെക്ട് ഉള്ളത് കൊണ്ടും എന്താണ് ഈ കഥകളെല്ലാം അവർ വിശ്വസിക്കും. കാരണം അവർക്ക് തെളിവ് വേണ്ട. ഒരു വിശ്വാസിക്ക് തെളിവിന്റെ ആവശ്യമില്ല. അതായത് ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത് ആഴക്കടലിൽ ഇരുട്ടാണ് എന്നുള്ളത് പണ്ടുള്ള മനുഷ്യന്മാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അല്ലെ. അല്ലാതെ ഡയറക്ട്ലി അവർ പറയുമായിരുന്നു അല്ല, അവിടെ പോയി അവർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. റസൂലിന്റെ അറിവിനും ബുദ്ധിക്കും വിവരത്തിനൊന്നും ഒരു പരിധിയില്ല അല്ലെ. അതെന്തുകൊണ്ടാണ്? റസൂൽ ഒരു പ്രവാചകനാണ്, ലീഡറാണ്, മെസഞ്ചർ ഓഫ് അള്ളയാണ് അല്ലെ. അപ്പോ പടച്ചവന്റെ ദൂതനാണ് അല്ലെ. അപ്പൊ എന്താണ്, എന്ത് കാര്യങ്ങളും എന്ത് അറിവാണെന്നുണ്ടെങ്കിലും അത് റസൂലിലേക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഡയറക്റ്റ് ആയിട്ട് പടച്ചത് കൊടുക്കാൻ അറിയാം ആ മെസ്സേജ്. ഖുറാനിൽ ഒരു സംഭവം പറയുന്നുണ്ട്, റസൂലിന്റെ ആകാശയാത്ര എങ്ങനെയായിരുന്നു? മലക്ക് വരുന്നു, റസൂലിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു, വളരെ സീക്രട്ട് ആയിട്ട്, ആർക്കും അറിയില്ല, ആർക്കും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്നു, ആകാശയാത്ര നടക്കുന്നു, അള്ളാനെ മീറ്റ് ചെയ്യുന്നു, കോൺവെർസേഷൻ നടക്കുന്നു, അവിടെ നമ്മൾ കോൺവെർസേഷൻ നടക്കുന്നു അല്ലെ. ഈ ഒരു സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആർക്കും അറിയാത്തില്ല. ഓക്കെ, അപ്പോ ഞാൻ പറയട്ടെ, ഇത് പണ്ടുള്ള മനുഷ്യന്മാർ, അവിടെ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർ ഇത് കണ്ടിരുന്നോ? ഇല്ല, കണ്ടിരുന്നില്ല. പിന്നെ ഇങ്ങനെ പുറത്തു വന്നു ഈ കഥ. ഈ ഒരു സ്റ്റോറി ഇത് റസൂലിലേക്ക്, ആ മലക്കിനും അല്ലെങ്കിൽ അള്ളയ്ക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം എങ്ങനെ പുറത്തു വന്നു? റസൂലിനെ പറയാതെ ഇത് വരത്തില്ല അല്ലെ. ഇനിയിപ്പോ മനുഷ്യന്മാർ തനി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നല്ല കഥകൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഭയങ്കര അലങ്കാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. സീക്രട്ടായി നടന്ന ഈ കാര്യം ലോകം അറിയണമെങ്കിൽ റസൂലിനെ പറയാതെ ഇതറിയില്ല. അപ്പൊ അങ്ങനെ എത്രയോ കാര്യങ്ങളാണ് റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇതിനൊന്നും നമുക്ക് തെളിവുണ്ടാവില്ല. പക്ഷെ ഒരു വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ഖുറാനില് ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കുക, ഒന്നും സംഭവിക്കാതെ ഇതൊന്നും പൊട്ടിമുളച്ച് പരത്തില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി.